ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 2024 LDC എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൻ്റെ അകത്ത് 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കഷൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതൊക്കെയാണോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് പഠിക്കാനും അതേപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ കൂടിയായിരിക്കും. നമ്മളിത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ച് സെറ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക്, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ 1x-ലോ 1.5 അല്ലെങ്കിൽ 2x-ലോ ഇട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം പഠിച്ചു പോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ കൂടിയാണ് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. LDC 2024 5 മാർക്ക് കിട്ടുന്നതിനുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് വിവരാവകാശ നിയമം, അതേപോലെ തന്നെ മനുഷ്യാവകാശ നിയമം, അതേപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട അവിടെ ആക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പട്ടികജാതി പട്ടികവർഗ നിയമം, അതേപോലെ തന്നെ പൗരാവകാശ സംരക്ഷണ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, കേരള സംസ്ഥാന സേവനാവകാശ നിയമം, അതേപോലെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമവും, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൻസ്, അതേപോലെ കേരള വനിതാ കമ്മീഷൻ നിയമം, ദേശീയ വനിതാ കമ്മീഷൻ നിയമം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ, ലോക്പാല്, ലോകായുക്ത, കേരള ലോകായുക്ത നിയമം, അതേപോലെ തന്നെ പോക്സോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ചോദ്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് പി എസ് സി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? PSC എക്സാമിൽ ഏറ്റവും കൂടുതൽ വിവരാവകാശ നിയമവുമായി ചോദിച്ച ചോദ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ 2023 മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. നോക്കാം നമുക്ക്. മനുഷ്യാവകാശ നിയമം, ബാലാവകാശ നിയമം, വിവരാവകാശ നിയമം, ബാലവേല നിരോധന നിയമം. ഇതായിരുന്നു ഓപ്ഷൻ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് പറയുന്നത്? അത് വിവരാവകാശ നിയമമാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കാരണം ഒത്തിരി തവണ PSC എന്ത് ചെയ്തേക്കണയാണ്, റിപ്പീറ്റ് ചെയ്തേക്കണ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ചോദിച്ചേക്കണ ചോദ്യമാണ്. KR നാരായണൻ, പ്രണബ് കുമാർ മുഖർജി, APJ അബ്ദുൽ കലാം, ഇവരാരുമല്ല. അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ 2023 വീണ്ടും റിപ്പീറ്റ് ചെയ്ത എന്താണ് ഈ പറയുന്ന സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യമായിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? നമുക്കറിയാം, ഒരു സംശയം പോലും ഇല്ലാതെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. APJ അബ്ദുൽ കലാം.
മൂന്നാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? എത്ര തവണയാണ് ഈ ഒരു ചോദ്യം PSC ചോദിച്ചേക്കണത് എന്നുള്ളത് PSCക്ക് പോലും അറിയത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത് എന്നുള്ളത്. ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. 2002, 2008, 2004, 2005. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005 വിവരാവകാശ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്. കാരണം ഈ ഒരു ചോദ്യം വീണ്ടും ഞാൻ ഇടാനുണ്ടായ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചു 2023, യൂണിവേഴ്സിറ്റി LGSന് വീണ്ടും ചോദിച്ചു, 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 4നും ചോദിച്ച ചോദ്യമായിരുന്നു ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാന്നുള്ളത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ, 1 മാർക്ക് ഉറപ്പാണ്. പുതിയതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമ്മൾ മൊത്തമായിട്ട് പഠിക്കേണ്ടി വരും. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനാണ്. ഈ നിയമം പാസാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന എഴുതാനാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ, കാരണം +2 ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. നമുക്കറിയാം ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ആദ്യത്തെ നോക്കി, വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKS എന്ന സംഘടന പങ്ക് വഹിച്ചത് വലുതായിരുന്നു. ശരിയായിട്ടൊരു പ്രസ്താവനയാണത്. രണ്ടാമത്തെ, നമുക്കറിയാം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, എന്താണ് വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രപതി എന്ന് പറയുന്നത് ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. ശരിയാണ് ഈ പ്രസ്താവനയും. അടുത്ത് നോക്കി, MKSS സംഘടനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയാ? രാജസ്ഥാൻ തന്നെയാണ്. ശരിയാണ്. ഈ നിയമം പാസാക്കിയ വർഷം നമ്മൾ കുറച്ചു മുമ്പ് കൂടി പറഞ്ഞോളൂ, 2005, 2005, 2005 എന്ന്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്നതാണ് ശരി എന്നുള്ളത്. വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MKSS ഓപ്ഷൻ 1, MBA, ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്. ഏതാണ്? നമുക്ക് കുറച്ചു മുമ്പത്തെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തും. കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് നോക്കണ്ട, കാരണം 5 ചോദ്യങ്ങളിൽ വളരെ നിക്ഷിപ്തമാണ് ഏതാണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് MKSS എന്ന് പറയുന്നതാണ്. 2005 വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത്. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഏതാണ്? 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഭാരതീയ കിസാൻ യൂണിയൻ, ചിപ്കോ പ്രസ്ഥാനം. നമ്മുടെ ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, വിവരാവകാശ നിയമത്തിനായി പ്രവർത്തിച്ച രാജസ്ഥാനിലെ സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? രാജസ്ഥാനിലെ സംഘടനയാണ് കേട്ടോ. അതായത് വിവരാവകാശ നിയമത്തിനായി പ്രവർത്തിച്ച രാജസ്ഥാനിലെ സംഘടന. ഖാദി ബോർഡ് LDC സ്റ്റേജ് 3 2023 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ മസ്ദൂർ കിസാൻ പാർട്ടി, അതേപോലെ തന്നെ ഭാരതീയ കിസാൻ സംഘം, ഭാരതീയ കിസാൻ യൂണിയൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. നമ്മുടെ ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത്, വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? വിവരാവകാശത്തിന്റെ കരട് രൂപം LGS ബ്ലൂ പ്രിന്റർ വാച്ച്മാൻ 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ
വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ചെലംബേശ്വർ, അതേപോലെ തന്നെ മാർക്കണ്ഡേയൻ, PB സാവന്ത്, അതേപോലെ JB മൗലങ്കർ, അതേപോലെ PB സാവന്ത്, മാർക്കണ്ഡേയൻ, അതേപോലെ തന്നെ ചെലനേശ്വർ എന്നിവരാണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ് എന്നുള്ളത് നോക്കിയ ഓപ്ഷൻ ചെലംബേശ്വർ, മാർക്കണ്ഡേയൻ, PB സാവന്ത്, JB മൗലങ്കർ. ആകെ നമ്മൾ ഇതിൻ്റെ അകത്ത് കേട്ടേക്കുന്നത് മൗലങ്കറിന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് കേൾക്കാത്ത പേരാണ്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് PB സാവന്ത് ആണ്. PB സാവന്ത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? അപ്പോൾ വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ഓപ്ഷൻ നോക്കിയേ. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 1995, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 1976, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2001. ഏതാണ് നിർത്തലാക്കിയത്? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ് എന്ത്? വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 2019 ഭേദഗതി പ്രകാരം ആരുടെ? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ നോക്കി. 4 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, ഇവയൊന്നുമല്ല. ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഒന്ന് നോക്കിയേ. ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? അതായത് എന്തായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇവയൊന്നുമല്ല എന്നതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിയേ, ഇവയൊന്നുമല്ല ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും പഠിച്ച ചോദ്യങ്ങളുടെ ജസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ അതായത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇനി എന്തൊക്കെയാണ് ഇതിന് നമുക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതാണ്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിവരാവകാശ നിയമം എന്ന് വിളിക്കുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചോ, കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിക്കും. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഈ പ്രസ്ഥാനം എവിടെയാണ് ഉടലെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. ഓക്കെ, ഇനി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാന്ന് PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ഉത്തരമാണ് അരുണ റോയി. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയി എന്ന്. ഇനി നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവർ സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചു. അപ്പോൾ നിഖിൽ ദേയും അതേപോലെ തന്നെ ശങ്കർ സിംഗ് എന്നിവരും എന്ത് ചെയ്തേണ്ട? സംഘടനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത്. അപ്പോൾ 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ്
സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരായിരുന്നു ആ സമയത്ത് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവിട്ട രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം ആണ്. ഇനി വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതാണ് VP സിംഗ്. ആരാണ്? VP സിംഗ്. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പാസ്സാക്കിയ രാജ്യം ഏതാന്ന് PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ഉത്തരമാണ് സ്വീഡൻ. ഓക്കെ, അപ്പോൾ ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പാസ്സാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സ്വീഡൻ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതായത് എന്താണ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം എന്താണ് നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്തു വച്ചോ. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് PB സാവന്ത്. വിവരാവകാശ നിയമത്തിന്റെ ബിൽ ലോകസഭ പാസാക്കിയത് ചോദിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ്? 2005 മെയ് 11 വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസാക്കിയത് 2005 മെയ് 11. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. അപ്പോൾ ലോകസഭ 2005 മെയ് 11. അതേപോലെ തന്നെ വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 2005 ഒക്ടോബർ 12 എന്നാണ്. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു ആരാ? APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ പാസ്സാക്കുമ്പോൾ മൻമോഹൻ സിംഗ്, നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. വിവരാവകാശ നിയമം ഭേദഗതി ബില്ല് വന്നത് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 വിവരാവകാശ നിയമത്തിൽ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത്. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി. അതേപോലെ തന്നെ മുൻപ് ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, അപ്പോൾ 2019 എന്താണ് ഈ പറയുന്ന ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരാണ്. ഈ ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 22. ഈ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1 ഇത് ഒപ്പുവെച്ചത്. 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ് ഇനി മുതൽ? 3 വർഷമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഓർത്തു വച്ചോ. അപ്പോൾ പണ്ട് എത്രയായിരുന്നു? 5 വർഷം 65 വയസ്സായിരുന്നു. അതിൽ നിന്നും മാറ്റി എത്രയായി? 3 വർഷമാക്കി. അപ്പോൾ 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷമാണ്.
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ 2,50,000 രൂപയാണ്. 2,50,000 രൂപയാണ്. അപ്പോൾ 4 വർഷം തെറ്റ്, 5 വർഷം തെറ്റ്, 6 വർഷം തെറ്റ്. എത്രയാണ്? 3 വർഷം. കാലാവധി 3 വർഷമാക്കി ചുരുക്കി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. അപ്പോൾ 2,50,000 മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്രത്തിലെ. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതേപോലെ തന്നെ എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ശമ്പളം 2,25,000 ആക്കി മാറ്റി. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഈ 11 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതേപോലെ തന്നെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു പോയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. നോക്കിയ ഓപ്ഷൻ: ജസ്റ്റിസ് രംഗനാഥ മിശ്ര, TN ശേഷൻ, വജാഹത്ത് ഹബീബുള്ള, അതേപോലെ തന്നെ പാലാട്ട് മോഹൻദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? LGS വേരിയസ് ഡിപ്പാർട്ട്മെന്റ് 2023 SC/ST ഇതിനൊക്കെ വേണ്ടി ചോദിച്ച ചോദ്യമായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പഠിച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ ആരാ? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വജാഹത്ത് ഹബീബുള്ള നമുക്കറിയാം. ഓക്കെ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് മുഖ്യ വനിതാ അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നറിയപ്പെടുന്നത് ആരാണ്? 2013 വന്ന ആളാണത്. ആരാണ്? ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ എന്താണ് ആദ്യത്തെ മുഖ്യ വനിതാ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ ദീപക് സന്ധു ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലാരിറ്റി കുറവൊന്നുമില്ല, ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വീണ്ടും ചോദിച്ചു, അതേ ചോദ്യം തന്നെ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? വിമൽ ജുൽക്ക, അരുൺ കുമാർ മിശ്ര, സുധീർ ഭാർഗവ, യശ്വർദ്ധൻ കുമാർ സിൻഹ. ആരാണ്? LDS എക്സ് സർവീസ്മാൻ 2021 ചോദിച്ചാണ്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ യശ്വർദ്ധൻ കുമാർ സിൻഹ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ മറ്റു 2 വനിതകൾ താഴെ പറയുന്നവയിൽ ആരെല്ലാമാണ്? നോക്കിയ ഓപ്ഷൻ: ദീപക് സന്ധു രേഖ ശർമ്മ, അതേപോലെ തന്നെ രേഖ ശർമ്മ ജയന്തി പട്നായിക്ക്, ജയന്തി പട്നായിക്ക് അതേപോലെ തന്നെ ബാനർജി ഇന്ദിരാ ബാനർജി, സുഷമ സിംഗ് ദീപക് സന്ധു. ആരാണ്? നമ്മുടെ ചോദ്യം ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സുഷമ സിംഗും ദീപക് സന്ധുവാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നമുക്കൊന്ന് നോക്കാം. അതായത് 2023 വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിലവിൽ എത്ര പേരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 പേരാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ളത്. ഒന്നാമത്തെ ആള് വജാഹത്ത് ഹബീബുള്ള. 2005 മുതൽ 2010 വരെയാണ് വജാഹത്ത് ഹബീബുള്ള. നമ്മൾ പറഞ്ഞു അന്ന് മുതൽ എന്താണ്, അന്നൊക്കെ 5 വർഷവും അതേപോലെ തന്നെ എന്താണ് 65 വയസ്സ് വരെയായിരുന്നു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. 2005 മുതൽ 2010 വരെയും വജാഹത്ത് ഹബീബുള്ള. അത് കഴിഞ്ഞാൽ ആരാണ്? NN തിവാരിയാണ് 2010 NN തിവാരി.
അടുത്തത് സത്യാനന്ദ മിശ്രയാണ് 2010-2013. ദീപക് സന്ധു 2013. സുഷമ സിംഗ് 2013-14. അതേപോലെ തന്നെ രാജീവ് മാത്തൂർ 2014 വിജയ് ശർമ്മ 2015. രാധാകൃഷ്ണ മാത്തൂർ 2016-18. ഇനി സുധീർ ഭാർഗവയാണ് 2019-20. ബിമൽ ജുൽക്കയാണ് 2020. യശ്വർദ്ധൻ കുമാർ സിൻഹ എന്നാ ചോദിച്ചാൽ 2020 മുതൽ 2023 വരെയാണ്. അത് ഹീരാലാൽ സമരിയ, അതാണ് 2023 മുതൽ അടുത്ത 3 വർഷം 2026 വരെയും ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന ആളാണ് ഹീരാലാൽ സമരിയ. ഓക്കെ, അപ്പോൾ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നടന്നത് എന്നാണ് 2021 LDC എക്സ് സർവീസ്മാന് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്തായത്, യശ്വർദ്ധൻ കുമാർ സിൻഹ ആയത്. അതായത് 2023 വരെയും ഏതാണ് ഈ പറയുന്ന യശ്വർദ്ധൻ കുമാർ സിൻഹയായിരുന്നു. ഇപ്പോൾ ആരാണ് മാറി, ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റായി പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും ഇതിങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിച്ച് സെറ്റായി പോവുക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപക് സന്ധു എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ സുഷമ സിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന വജാഹത്ത് ഹബീബുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ്, ആദ്യത്തെ വ്യക്തിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള, ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ഇനി 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 12ാമത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കമ്മീഷണറെയും നിയമിക്കുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അത് ഏതാണ്, APO, അതായത് അസിസ്റ്റന്റ് പ്രിസൈഡിംഗ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും കമ്മീഷണറെയും നിയമിക്കുന്നത് ആരാണ്, നമുക്കറിയാം ആരാണ്, രാഷ്ട്രപതിയാണ്. ആരാണ്, രാഷ്ട്രപതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അടുത്തത് 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനാണ്, ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രധാനമന്ത്രിയാണ്. അടുത്തത്, ലോകസഭയുടെയും പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ്: 1, 2 മാത്രം, അതേപോലെ തന്നെ 1, 2, 4 മാത്രം, 1, 3, 4 മാത്രം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൻ്റെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? 1, 3, 4 നമ്മുടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം കുറച്ച് കഴിയുമ്പോൾ, അടുത്ത ഒരു സെഷൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഓക്കെ, അതായത് ഒരു 20 ചോദ്യമായി കഴിയുമ്പോൾ നമുക്കത് ബാക്കി ആദ്യം മുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോവാട്ടോ. 18ാമത്തെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വീണ്ടും പ്രസ്താവന രീതിയിലുള്ള ചോദ്യത്തിലേക്ക് PSC കടക്കുകയാണ്. കാരണം ഇത് 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5/2022 ചോദിച്ച ചോദ്യമായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. ഓക്കെ, ഒക്ടോബർ 24 നിലവിൽ വന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വന്നിരിക്കുന്നത് 1 മാത്രം ശരി, 1, 3 ശരി, അതേപോലെ തന്നെ 1 മുകളിലുള്ള എല്ലാം ശരിയാണ്, മുകളിലുള്ളവ എല്ലാം തെറ്റാണ്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി എന്ന് പറയുന്നത്? ഏതാണ്? ഇതിൻ്റെ അകത്ത് നിലവിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? ആ ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ
പ്രസ്താവന ഏത് എന്നുള്ളതാണ് എന്ത് ശരിയായത്. ഇതിൻ്റെ അകത്ത് 2ഉം 3ഉമാണ് നമുക്ക് എന്ത് ശരി എന്ന് പറയുന്നത്. 2ഉം അതേപോലെ തന്നെ 3ഉമാണ് ശരി എന്ന് പറയുന്നത്. 2ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്. പക്ഷേ 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചെയർമാനെയും കമ്മീഷനെയും ആരാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രി നിയമിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ശരി എന്ന് പറയുന്ന ഓപ്ഷനിൽ 2ഉം 3ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ 1ഉം 3ഉമാണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ വരേണ്ടത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് എന്ത് ശരി എന്ന് പറയുന്നത്. ഓക്കെ, 2ഉം 3ഉമാണ് ശരി. 2ഉം അതേപോലെ തന്നെ 3ഉമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ ആരാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, വിവരാവകാശ കമ്മീഷൻ, അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. അംഗമല്ലാത്തത് അപ്പോൾ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അംഗമല്ലാത്തത്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇതിൻ്റെ അകത്ത് എന്ത് ഈ കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാനായിട്ട് കഴിയുമെന്നതാണ് ചോദ്യം. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5-നാണ് ഈ ചോദ്യം ചോദിച്ചത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ 9, 8, 10, 11 ഏതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? 10 ആണ്. ഓക്കെ, നമ്മുടെ ഉത്തരം 10. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 10 പേരെയാണ്. ഓക്കെ, നമുക്ക് ഈ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് നോക്കിയാലോ. വിവരാവകാശ നിയമം 2005-ലെ 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം 2005-ലെ 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. എന്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും 10-ൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 12-ൽ 2 എന്താണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും കമ്മീഷന്മാരെയും തിരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 1 പ്രധാനമന്ത്രി, 2 ലോകസഭാ പ്രതിപക്ഷ നേതാവ്, 3 പ്രധാനമന്ത്രി, നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3-അംഗ സമിതിയാണ് എന്ത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരൊക്കെയാ? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അതായത് ആകെ 3 പേർ. ഈ 3-അംഗ സമിതിയാണ് ആരെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഈ 3-അംഗ കമ്മിറ്റിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. സെക്ഷൻ 12-ൽ 6 പ്രകാരം കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാനും പാടില്ല. 1 പാർലമെന്റിലെ അംഗമാകുക, ഏതെങ്കിലും നിയമസഭയിലെ അംഗമാവുക, മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുക, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒന്നും ആകാനായിട്ട് പാടില്ല. ശരിക്കും എന്ത് ഈ പറയുന്ന സെക്ഷൻ 12-ൽ 6 പ്രകാരം കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന
കാര്യങ്ങളിലൊന്നും ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതേപോലെ തന്നെ എന്താണ് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 1-ാം ഷെഡ്യൂളിലാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 1-ാം ഷെഡ്യൂളിലാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 1-ാം ഷെഡ്യൂളിലാണ്. ഓർത്തു വച്ചോട്ടോ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും ആർക്കാന്ന് ചോദിച്ചാൽ അതും നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിനാണ്. അതായത് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റിന് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ കമ്മീഷണർമാരും രാജിക്കത്തും പ്രസിഡന്റാണ് വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് പുറത്താക്കുന്നതും പ്രസിഡന്റാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CIC ഭവൻ ന്യൂഡൽഹിയാണ്. CIC ഭവൻ ന്യൂഡൽഹിയാണ്. അപ്പോൾ മുൻപ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. ഇന്ന് അതെന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. അതായത് സെൻട്രൽ ഇൻഫോർമേഷൻ എന്താണ് അതായത് CIC ഭവൻ അതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. മുൻപത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു, സെൻട്രൽ ഇൻഫോർമേഷൻ സെന്റർ. ഓക്കെ. ഇനി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെയാണ് കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെയാണ് കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കാവുന്നതാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമത്തിന് അർഹനല്ലാതിരിക്കുന്നതുമാണ്. എന്നാൽ 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരിന് കാലാവധി തീരുമാനിക്കുന്നത്. അപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരാണ് 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് ആരുടെ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി തീരുമാനിക്കുന്നത്. ഇൻഫോർമേഷൻ കമ്മീഷണർ പുനർനിയമത്തിന് അർഹനല്ല. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ നിയമത്തിന് അർഹനല്ല. എന്നാൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനായിരിക്കും. എന്നാൽ ഒരു വ്യക്തി ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായി നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫോർമേഷൻ കമ്മീഷണറും ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ആകെ 5 വർഷത്തിൽ കൂടുതൽ ആകാനും പാടില്ല. 2005 വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളവും അതേപോലെ തന്നെ ഭത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിനും അതേപോലെ തന്നെ ഇൻഫോർമേഷൻ കമ്മീഷണറുടേത് ഇലക്ഷൻ കമ്മീഷണറുടേതിനും തുല്യമായിരുന്നു. എന്നാൽ 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെയും ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളവും ഭത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്കും ഇൻഫോർമേഷൻ കമ്മീഷണർമാർക്കും അവരുടെ ചുമതലകൾ വഹിക്കുന്നതിനായി ആവശ്യമായേക്കാവുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകേണ്ടത്. അതിനുവേണ്ടി സെക്ഷൻ 13(3) പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. സെക്ഷൻ 13(4) പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാ? രാഷ്ട്രപതിക്ക് തന്നെയാ. ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 14 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 14(1) പ്രകാരം
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്കുള്ള അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു. സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. നീക്കം ചെയ്യേണ്ടതായ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിൻ്റെയോ കഴിവില്ലായ്മയുടെയോ കാരണത്താൽ രാഷ്ട്രപതി ഉത്തരവ് മുഖേന നീക്കം ചെയ്യുന്നു. സെക്ഷൻ 14(2) സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന്മേൽ പ്രസിഡന്റ് ഉത്തരവ് പാസ്സാക്കുന്നതുവരെ ചീഫ് ഇൻഫർമേഷനെയോ അതേപോലെ മറ്റ് കമ്മീഷണർമാരെയോ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും അന്വേഷണ സമയത്ത് ഓഫീസിൽ ഹാജരാകുന്നത് നിരോധിക്കാനും പ്രസിഡന്റ് അധികാരമുണ്ട്. സെക്ഷൻ 14(3) പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഇൻഫർമേഷൻ കമ്മീഷണർമാരെയോ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളാണ്: 1. നിർധനനെന്ന് വിധിക്കപ്പെടുക. അതേപോലെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്നതായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക. ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഏർപ്പെടുക. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ബലഹീനത കൊണ്ട് ഔദ്യോഗിക സ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാക്കാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഇൻഫർമേഷൻ കമ്മീഷണറെയോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ മറ്റ് താല്പര്യങ്ങളോ ആർജിക്കുക. ഇതുവഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നമുക്ക് ഇൻഫർമേഷൻ, അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ ഇൻഫർമേഷൻ കമ്മീഷണറെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, കുറച്ച് വൈഡായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1-2 തവണ എന്ത് ചെയ്യുക? റിപ്പീറ്റ് അടിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒരു പോം വഴിയുള്ളൂ. കാരണം ഈ ഒരു സെഷൻ നമ്മൾ ഓൾറെഡി എന്താണ് മിഷൻ LDC 2024 എന്ന് പറയുന്ന കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓഡിയോ ക്ലിപ്പ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേൾക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്താണ്, നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് 21ാമത്തെ ചോദ്യമാണ്. നമുക്ക് പറയാനുള്ള 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് അറ്റൻഡർ സ്റ്റോർ കീപ്പർ 2023 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ നോക്കിയേ: കേരളം, രാജസ്ഥാൻ, കർണാടകം, ഗുജറാത്ത്. ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 22. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ്? ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ്? എത്ര രൂപയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്? എത്ര രൂപയാണ്? 100 രൂപ, 150 രൂപ, 50 രൂപ? ഇതൊന്നുമല്ല. എന്താണ്? അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ 2023 ചോദിച്ചത്. ഇതൊന്നുമല്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. എന്താണ് 23ാമത്തെ ചോദ്യം? 23ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്ര രൂപയാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്ര രൂപയാണ്? എത്ര രൂപയാണ് വിവരാവകാശ നിയമം വഴി നൽകേണ്ട ഫീസ്? എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? നോക്കിയേ, എത്ര രൂപയാ? 10 രൂപയാണ്. ഓക്കെ, 10 രൂപ. ഓക്കെ, 10 രൂപയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 3 ചോദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ചോദ്യങ്ങളിലേക്ക് കൂടി പോവാം. ഓക്കെ, അപ്പോൾ 21ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഓക്കെ, ഇനി പാസ്സാക്കിയ, അതായത് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടിന് പുറമെ ഗോവ, അതേപോലെ തന്നെ രാജസ്ഥാൻ, കർണാടക, ഡൽഹി, മഹാരാഷ്ട്ര, അസം, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും വിവരാവകാശം പാസ്സാക്കി. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആദ്യം പാസ്സാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വീഡനാണ്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടും. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? രാജസ്ഥാനാണ്. അപ്പോൾ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്നത്,
വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടും. എന്നാൽ 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാജസ്ഥാൻ. അപ്പൊ നിലവിൽ വന്നത് തമിഴ്നാടിലാണ് 97. ഇനി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂസിങ് ആണ്, എപ്പോഴും മാറിപ്പോകും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു, അതായത് എന്താണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ്, അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 10 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ 10 രൂപ കോർട്ട് സ്റ്റാമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ്, അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെയാണ് മൂല്യം 10 രൂപ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തേണ്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി 25,000 രൂപ വരെ എന്ത് ചെയ്യാം? നമുക്ക് ചുമത്താവുന്നതുമാണ്. ഇനി വിവിധ ഫീസുകൾ നമുക്ക് നോക്കാം. A4 A3 പേജിൽ വിവരം ലഭിക്കാനായിട്ട് പേജ് 1-ന് 2 രൂപ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ A4 അല്ലെങ്കിൽ A3 പേജിൽ വിവരം ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേജ് 1-ന് 2 രൂപ. വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാനായിട്ട് അതിനായി ചിലവാകുന്ന തുക എത്രയാണോ അതങ്ങ് കൊടുത്തേക്കുക. അടുത്തത് ഡിസ്ക്, ഫ്ലോപ്പി, അതേപോലെ അവയിൽ നമുക്ക് എന്ത് ചെയ്യണം? വിവരം ലഭിക്കണം. ഇപ്പം ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഫ്ലോപ്പിയിൽ കിട്ടണമെങ്കിൽ ഡിസ്ക് 1-ന് 50 രൂപയാണ് നമ്മൾ ചുമത്തുന്നത്. ഓക്കെ, ഇനി അത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാനാകുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ്, അത് പഴയ ഫീസായിരുന്നു കേട്ടോ ഈ പറയുന്ന 2 രൂപ എന്നുള്ളത്. ഇപ്പം A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. പണ്ട് 2 രൂപയായിരുന്നു, ഇന്ന് അത് എത്ര രൂപയായി? 3 രൂപയായി. അതേപോലെ തന്നെ CD ഉൾപ്പെടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ, അതായത് ഇപ്പം നിലവിലിപ്പോൾ ഫ്ലോപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല, CD തന്നെ എന്താണ് വളരെ കുറവാണ്. അതുകൊണ്ട് പെൻ ഡ്രൈവ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? അതിൻ്റെ പൈസ എത്രയാണെന്നുള്ളത് ഇപ്പോൾ CD-യിൽ റൈറ്റ് ചെയ്യാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ CD-യിൽ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 75 രൂപയാണ് എന്ത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് വഴി വിവരം ലഭ്യമാക്കാനായിട്ട് 75 രൂപ. ഇനി കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി, അതായത് ഫീസ് അടയ്ക്കുന്ന രീതികൾ കോർട്ട് സ്റ്റാമ്പ് വഴി, അല്ലെങ്കിൽ ഗവൺമെന്റ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം. അതേപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി ഗവൺമെന്റ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം. അതേപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അതേപോലെ തന്നെ പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. ഇനി സൗജന്യ വിവരാവകാശം. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7-ൽ 5 പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് ബിലോ പോവർട്ടി ലൈൻ BPL വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. 30 ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവര സൗജന്യമായി നൽകേണ്ടതുമാണ്. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതുമാണ്. അപ്പോൾ അതാണ് സൗജന്യ വിവരാവകാശം എന്ന് പറയുന്നത്. അതായത് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7(5) പ്രകാരം എന്താണ്? നമുക്ക് ബിലോ പോവർട്ടി ലൈൻ, അത് BPL ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. 30 ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ്. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതുണ്ട്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ ആർക്കാണ് നൽകേണ്ടത്? ഒന്നാമത്തെ ഓപ്ഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സ്ഥാപന മേധാവി, പബ്ലിക് ഗ്രേവിയൻസ് ഓഫീസർ. ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. നമുക്ക് അത് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ ആർക്കാണ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കും ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ. ഓക്കെ, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ. അതേപോലെ തന്നെ പിന്നെ ആർക്കാണ്? ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന, ഒരു മിനിറ്റ് നമ്മുടെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തോട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. എന്തായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? 25ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് 10ാം തല പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 5 ചോദിച്ച ചോദ്യമാണ്. ഒത്തിരി തവണ ചോദിച്ചാണ്, നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതുമാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാ? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് എന്ത് ചെയ്യേണ്ടത്? വിവരാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരപേക്ഷയുടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതുമാണ്. അപ്പം ഒരപേക്ഷ നമ്മൾ സമർപ്പിക്കുകയാണ്, ആ അപേക്ഷയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരയാനായിട്ട് പറ്റും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ നൽകേണ്ടത് ആണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അപേക്ഷ വയ്ക്കുമ്പോൾ ഇന്ന് മുതൽ 20 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന അപേക്ഷ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾക്ക് വരെ. സുപ്രീം കോടതിക്കും കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന കോടതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടാനായിട്ട് പറ്റത്തുള്ളൂ. കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരങ്ങൾ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതേപോലെ തന്നെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ വാസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണ് സുപ്രീം കോടതി അതേപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വാസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ. അപേക്ഷ തീർപ്പാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ അതാണ് സെക്ഷൻ 7. അപ്പോൾ അപേക്ഷ തീർപ്പാക്കുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 7 ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരം വിവരങ്ങൾ നൽകുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ, അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി 48 മണിക്കൂറിനുള്ളിൽ. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ മറുപടി 40 ദിവസമാണ്. അതേപോലെ തന്നെ മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസം.
മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. എത്ര ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. മതിയായ കാരണം രേഖപ്പെടുത്താതെ 45 ദിവസത്തിനുള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 90 ദിവസത്തിനുള്ളിൽ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. അപേക്ഷ സമർപ്പിച്ച പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി 30 ദിവസത്തിനുള്ളിലും, അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസവും. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 40 ദിവസത്തിനുള്ളിലും. അതേപോലെ തന്നെ എന്താണ്, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ എന്താണ്, അതായത് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറും. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ അത് 40 ദിവസവും. മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരായാൽ 5 ദിവസവും ഒക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഇത്രയുള്ള കാര്യമെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പൊതു അധികാരികളുടെയോ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവയുടെ രൂപവൽക്കരണം. ഓക്കെ, ഇത്രയാണ് എന്ത്, ഈ പറയുന്ന അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഏതാണ് ഈ ശരിയായ പ്രസ്താവന? 1, 2, 4 കേട്ടോ. 1, 2, 4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ബിവറേജ് LDC 2023 ചോദിച്ച ചോദ്യമാണ്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് വിവരാവകാശ നിയമത്തിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഭരണാധികാരികളോട് ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വാസ് രാജ് നാരായൺ കേസിൽ അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഈ വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ് ഒരു പൊതു അധികാരിയുടെയോ അഥവാ പൊതു സ്ഥാപനത്തിൻ്റെയോ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, അതേപോലെ തന്നെ എന്താണ്, കുറിപ്പെടുക്കുക. ഇതൊക്കെ എന്താണ്, വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രസ്താവന 1 പ്രസ്താവന 2. പ്രസ്താവന എ, നിയമസഭ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. പ്രസ്താവന എ, നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. പ്രസ്താവന ആർ, പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിനു കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്? എ തെറ്റാണ്, പക്ഷെ ആർ എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ എ തെറ്റാണ്, ആർ എന്ന് പറയുന്ന ഉത്തരമാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, പ്രസ്താവനയെ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. അതെന്താണ്? തെറ്റാണ്. ഇനി പ്രസ്താവന ആർ പ്രകാരം പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തരാക്കേണ്ടതാണ്. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം.
ഏതാണ്? പ്രസ്താവന 3ഉം 4ഉമാണ് ശരിയെന്ന് പറയുന്നത്. അതായത് പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. അപ്പോൾ പ്രസ്താവന 3ഉം 4ഉം പ്രസ്താവന 3ഉം 4ഉം അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ എന്ത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 27. ഏതാണ്? 8 ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വിവരാവകാശ നിയമം നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് 8. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? നോക്കി, മന്ത്രിസഭാ തീരുമാനങ്ങൾ, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, 15 വർഷം പഴക്കമുള്ള രേഖകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ. VO 2021 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഏതാണ്? രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യത്തില്ല? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരത്തില്ല. 32ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരിയായ ഉത്തരം? 1. വിവരാവകാശ നിയമം ബാധകമാണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച് വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. എന്താണ്? മനുഷ്യാവകാശ ബാധകമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇത് തെറ്റാണ് കേട്ടോ. മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അപ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. വിവരാവകാശ നിയമം ബാധകമല്ല. അപ്പോൾ ഇത്രയാണ് LDC മെയിൻസ് 2021 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? അഴിമതി ആരോപണങ്ങളും അതേപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഏത് ചോദ്യമാണ്? വിവരാവകാശ നിയമം പറഞ്ഞു. അടുത്ത നമുക്ക് ഏതാണ്? 33ാമത്തെ ചോദ്യം. എന്താണ് 33ാമത്തെ? താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒത്തിരി തവണ ചോദിച്ചതാണ് ഈ ചോദ്യം, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 3 2023 ചോദിച്ചാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. രാജ്യസുരക്ഷയുടെയും അഖണ്ഡതയുടെയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലേക്കുള്ള വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്ന എല്ലാ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ 10ൽ കുറയാതെ അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ 33ാമത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. അടുത്തത് വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. അടുത്ത സി ആണ് എന്ത്? രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ള വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷനും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഏതാണ് ഇത്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകും. ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. എന്താണ്? വിവരാവകാശ എന്താണ്? അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷന്മാരും 10ൽ കുറയാത്ത അംഗങ്ങളും കമ്മീഷനിൽ ഉണ്ടാകും. ഇതാണ് ശരിയായ ഉത്തരം.
അടുത്ത 34-ാമത്തെ ചോദ്യമാണ്, വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നതാണ് 34-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? 34-ാമത്തെ, അതായത് നമുക്ക് നോക്കാം. സർക്കാർ ഓഫീസുകൾ, അതേപോലെ തന്നെ ISRO, അതേപോലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ അകത്ത് വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? 1, 2, 3, 4 ഇവയെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അതായത് 1, 2, 3, 4 ഇവയെല്ലാം എന്താണ്? ഈ പറയുന്ന വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്നതാണ് ഇവയെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് ഈ കഴിഞ്ഞ 2023 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 3 2023, ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 4 2023, അതേപോലെ 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 2022 ചോദിച്ചാണ് വിശ്വാസ് മേത്ത. അതായത് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കണാണ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ ചോദിച്ചാൽ വിശ്വാസ് മേത്ത. ആരാണ്? വിശ്വാസ് മേത്ത. 36-ാമത്തെ ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തത് ആരാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തത് ആരാണ് പങ്കുവഹിക്കാത്തത്? ഓപ്ഷൻ നോക്കിയേ. ഗവർണർ, മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ക്യാബിനറ്റ് മന്ത്രി. ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പങ്ക് വഹിക്കാത്തത്. ഓക്കെ, അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഒത്തിരി ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യുക, നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കുക. അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിവരം ലഭിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം അതേപോലെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. ഓപ്ഷൻ നോക്കിയേ. അതിൻ്റെ അകത്ത് അതായത് 1 ശരി, 2 ശരി, 4 ശരി, 1, 2, 3, 4 ശരി, 1, 2, 3 ശരി, 1, 3, 4 ശരി. ഏതാണ് നമ്മുടെ ആൻസർ? 1, 3, 4 ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത്, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണെന്നുള്ളത്. അപ്പോൾ ഇതൊത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നിയമപ്രകാരം അധികാരം നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? അത് ഓപ്ഷൻ നോക്കി. അതായത് ഉപഭോക്താക്കളുടെ സംഘടന എന്ന് പറയുന്ന ഉപഭോക്താക്കളുടെ സംഘടന, അതേപോലെ തന്നെ സർക്കാർ, മുകളിൽ പറഞ്ഞവർക്ക് എല്ലാം എന്നതാണ് ഇതിൻ്റെ അകത്ത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിന് അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ആ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആർക്കൊക്കെയാണ്. മുകളിൽ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പരാതി നൽകാവുന്നതാണ്. അതായത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. ഓക്കെ, അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്? അന്വേഷണത്തിനുള്ള അധികാരങ്ങളാട്ടോ. ഓപ്ഷൻ നോക്കി. ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ, പോലീസ് ഓഫീസർ, ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറിനും. ആർക്കാണ്? ഡയറക്ടർ ജനറലിനും അതേപോലെ തന്നെ ജില്ലാ കളക്ടറിനുമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടർക്കും. ഓക്കെ, 41-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത്
എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്ന 2019. ഓപ്ഷൻ ബി ആണ് 2019. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് 2019. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന 2020 ജൂലൈ 20. ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നത്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15. അപ്പോൾ ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്നതാണ് 2019 നിയമം. ഉപഭോക്തൃ പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും രീതികളും ഈ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ. 2019 ഉപഭോക്തൃ സംരക്ഷണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രാംവിലാസ് പസ്വാൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ്, ഡയറക്ടർ സെല്ലിംഗ് എന്നിവ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. മധ്യസ്ഥത, മീഡിയേഷൻ, ഉൽപ്പന്ന ബാധ്യത, പ്രൊഡക്റ്റ് ലയബിലിറ്റി, അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരം. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. അപ്പോൾ ലോക ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15, ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. ഇനി ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് ഒരു നിയമം വേണമെന്ന് നിർദ്ദേശിച്ചത് ജോൺ എഫ് കെന്നഡിയാണ് 1962 മാർച്ച് 15. അങ്ങനെയാണ് ലോക ഉപഭോക്തൃ ദിനമായി മാർച്ച് 15 കരുതപ്പെടുന്നത്. 2013 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയമാണ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻ. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് എന്നാ ചോദിച്ചാൽ മക്കളെ 2019 ജൂലൈ 30 ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത്. 2019 ജൂലൈ 30. ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. രാഷ്ട്രപതി 2019 ഓഗസ്റ്റ് 9. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതാണ് എന്ന് പറയുന്നത് 2020 ജൂലൈ 20 എന്ന് പറയുന്നത്. 44-ാമത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് എത്രയാണ്? അപ്പോൾ എന്താണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് 5 ലക്ഷം രൂപ വരെ ഫീസില്ല, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 200 രൂപ, 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം വരെ 400, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപ. ഇതിലേതാണ് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏതെന്ന് ചോദിച്ചാൽ 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ എത്രയാണ് 2000 രൂപ. ഇതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. കാരണം 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് 200 രൂപ അടയ്ക്കണം കേട്ടോ. 5 ലക്ഷം മുതൽ 10 ലക്ഷം 200, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000, 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000, 1 കോടി മുതൽ 2 കോടി രൂപ വരെ 2500, 2 കോടി മുതൽ 4 കോടി വരെ 3000, ഇനി 4 കോടി മുതൽ 6 കോടി വരെ 4000, 6 കോടി മുതൽ 8 കോടി വരെയും 5000, 8 കോടി മുതൽ 10 കോടി വരെയും 6000, 10 കോടിക്ക് മുകളിലെല്ലാം 7500 രൂപയാണ് CDRC ഫീസ് ഘടന. അതായത് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൊത്തം മൂല്യവും ക്ലെയിം ചെയ്ത നഷ്ടപരിഹാരം എന്ന് പറയുന്നതാണ് അടയ്ക്കേണ്ട ഫീസിന്റെ തുകയാണ് പറഞ്ഞത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു.
അടുത്തത് നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? നിർമ്മാതാവ് സേവനദാതാവോ നൽകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത് ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ 2 വർഷം വരെയുള്ള ജയിൽവാസം 10 ലക്ഷം രൂപ പിഴയും 2 വർഷം വരെയുള്ള ജയിൽവാസവും 20 ലക്ഷം രൂപ പിഴയും 3 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും 5 വർഷം വരെയുള്ള ജയിൽവാസവും 50 ലക്ഷം രൂപ പിഴയും. എന്താണ്? 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയുമാണ് നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റായോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ 46-ാമത്തെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്ര കോടിയാണ്? 1 കോടി രൂപ, അതേപോലെ 20 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 10 കോടി രൂപ. എത്രയാണ്? 1 കോടി രൂപയാണ്. ഓക്കെ, 1 കോടി രൂപ. ഇനി താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ് എന്നാണ്. ആശുപത്രി രോഗബന്ധം, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനവും അതേപോലെ തന്നെ വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, ഉൽപാദനവും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. എന്താണ്? ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇതിങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണ്ട, ഇറങ്ങിപ്പോയി തപ്പാനൊന്നും നിൽക്കണ്ട. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചങ്ങ് പോവുക. അടുത്ത, ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന, പട്ടികജാതി പട്ടികവർഗ നിയമം 1989, സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955, പട്ടികവർഗക്കാരും മറ്റു പാരമ്പര്യ വനവാസികളും നിയമം 2006. ഏതാണ്? പട്ടികജാതി പട്ടികവർഗ നിയമം 1989. പഠിച്ചു വച്ചോ, 1 മാർക്കാണ് കേട്ടോ ഈ ഒരു പാഠഭാഗത്തു നിന്നും കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചത്? പട്ടികജാതി പട്ടികവർഗ നിയമം 1989. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 49-ാമത്തെ ചോദ്യം, 1989 പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായത്? നമ്മുടെ ഉത്തരം മുകളിൽ പറഞ്ഞത് എല്ലാം. അതായത് എന്തൊക്കെയാ? അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. ലാസ്റ്റ് ചോദ്യമാണ് നമ്മുടെ, അതായത് എന്താണ്? ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? അപ്പോൾ എത്രയാണ്? അതായത് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 5 എണ്ണമാണുള്ളത്. ഓക്കെ, 5 എണ്ണമാണ് ഇതിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ചെയർമാൻ ഉൾപ്പെടെയുള്ള ദേശീയ പട്ടികജാതി പട്ടിക കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഏകദേശം 50 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തത് ചർച്ച ചെയ്ത് പോയത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് അംഗമാകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് OneClickPSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ OneClickPSC എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലം തന്നെയാണ് അതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, അതേപോലെ തന്നെ ഇനിയും കുറച്ച് കമ്മീഷനുകൾ കൂടി നമുക്കുണ്ട്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ തന്നെയുള്ള കുറേ കമ്മീഷനുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. പാർട്ട് 2 എന്ന് പറയുന്ന വീഡിയോയിൽ ഈ പറയുന്ന സുപ്രധാന നിയമങ്ങൾ പാർട്ട് 2 എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ വരും. അതിൻ്റെ അകത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻസ് ഫുൾ കംപ്ലീറ്റഡ് ആയിരിക്കും. മക്കളെ, ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇത്രയും ചോദ്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്മകളും അതേപോലെ തന്നെ 2024 LDC ഉറപ്പായിട്ടും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.